ഒരു ചായ എടുക്കാം, മടുത്തു. നിന്നോടല്ലേ ചായ എടുക്കാൻ പറഞ്ഞേ? ഒരു ചായ മനസ്സിലല്ല, എനിക്ക് വയ്യ. എന്ത് പറഞ്ഞാൽ ഈ കരച്ചിൽ വെള്ളം മാത്രം, ഞാൻ മടുത്തു. മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഹലോ ട്രീസ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഇവിടെ ആകെ അസ്വസ്ഥതയാണ്. ഇത് അധിക നാൾ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം. നീ ഫ്രീ ആണോ? നിങ്ങൾ വന്നോ? കേറി വായോ. പിന്നെ എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ഞാൻ തോന്നുന്നു ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഈ ടി വിയിൽ ഈ അച്ഛന്മാരും ധ്യാനം ഇത് മാത്രമാണല്ലോ. ഇതേതാ ഈ അച്ഛൻ? ഏതാ ഈ അച്ഛനൊന്നും അറിയില്ല. ഇത് സാംസൺ അച്ഛൻ, അട്ടപ്പാടിയിലാണ്. നല്ല അഭിഷേകമുള്ള അച്ഛനാണ്. എനിക്കും അറിയില്ല, ഞാൻ കാണാറില്ല. അതിൽ റോണിക്ക് ഇതിന് ഇവിടെ സമയം ബിസിമാനല്ലേ? അങ്ങനൊന്നുമില്ല. ഈ അടുത്തായിട്ട് ഇച്ചിരി ടെൻഷനും സ്ട്രെസ് ഒക്കെയാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. പിന്നെ അരുതാണ്ട പക്ഷെ വെള്ളവടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് റെക്സി പറഞ്ഞല്ലോ. സത്യമാണ് ട്രീസ. എന്റെ പൊന്നു ട്രീസ, ഞാൻ മടുത്തു. ഞാൻ നാട്ടിൽ നല്ല മനസ്സമാധാനത്തോടെ നല്ല ജോലിയായിട്ട് നിന്നിരുന്നതാണ്. ഇവിടെ കല്യാണം കഴിച്ചു. ഇവിടെ വന്നതിന് ശേഷം എന്റെ ജീവിതം ആകെപ്പാടെ താറുമാറായി. ജോലിയുടെ സ്ട്രെസ്, പിള്ളേരുടെ കാര്യങ്ങള്, പിന്നെ ഇതുപോലെ കുടുംബത്തിലെ തകർച്ചകൾ, ഇങ്ങനെ മൊത്തത്തിൽ ആകെപ്പാടെ ഞാൻ മടുത്തു. നീ നിരാശപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക, എല്ലാം ശരിയാവും. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. നീ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അത് റോണി, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഈ സെയിം സിറ്റുവേഷനിലൂടെ കഴിഞ്ഞു പോയത്. കുടുംബത്തിലൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. വന്നിട്ടാണ് ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾ ഇവിടെ വന്നിട്ട് സ്കൂളിൽ കൾച്ചറൽ ഡിഫറൻസ്, അവരൊട്ടും അഡാപ്റ്റ് ആവുന്നില്ല. ആ സമയത്താണ് കഴിഞ്ഞ വർഷം ദ്രോഗണയിൽ സാംസൺ അച്ഛന്റെ ധ്യാനം വരുന്നു. ഞങ്ങൾ എല്ലാവരും അതിന് പോയി കൂടുന്നത്. അതിനുശേഷം കുടുംബത്തിലൊരു സമാധാനം ഉണ്ടായി. ശരിയാടാ, ഈ വർഷം സാംസൺ അച്ഛൻ വരുന്നുണ്ട്. എനിക്ക് ലീവ് കിട്ടും. എല്ലാത്തിനും തടസ്സം പറയാതെ നമുക്കൊന്ന് പോയി നോക്കാം. എന്താ അച്ഛൻ വരുന്നത്? ഈ മാസം മെയ് 30, 31, ജൂൺ 1 തീയതികളിൽ സാംസൺ അച്ഛൻ ദ്രോഗണയിൽ വരുന്നുണ്ട്. ഞങ്ങള് ഫാമിലി ആയിട്ട് പോകുന്നുണ്ട്, നിങ്ങളും വായോ.